ഒരു ജാമ്യാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു പ്രായത്തിന്റെ ഒരു ഇളവ് കൊണ്ടും ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നത് കൊണ്ടും തനിക്കുണ്ടായ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിരിക്കും ഒരു പക്ഷേ കുട്ടി അത്തരത്തിലൊരു വീഡിയോസ് ഒക്കെ ഇടുന്നത്. കുട്ടി സീൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആക്സിസ് ബാങ്കിന്റെ ഒരു നോട്ടീസ് ഉണ്ട്. അതോടൊപ്പം KSEBയുടെ ബില്ലും ഉണ്ട്. ജീവിക്കാൻ അനുവദിക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു സൈഡിലൂടെ അവരും ജീവിച്ചോട്ടെ. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. നമസ്കാരം. നിങ്ങൾക്ക് ഈ വീട് ഓർമ്മയുണ്ടോ? ഒരു ഉദ്ദേശം ഒരു 2 വർഷമെങ്കിലും ആയി കാണും. 2 വർഷങ്ങൾക്കപ്പുറം ഈ വീട് നിറയെ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ വീട് പൂട്ടിയ നിലയിലാണ്. പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആക്സിസ് ബാങ്കിന്റെ ഒരു നോട്ടീസ് ഉണ്ട്. അതോടൊപ്പം KSEBയുടെ ബില്ലും ഉണ്ട്. ശരിക്കും ഏകദേശം ഒരു 6000-ഓളം രൂപ ഓഫീസിൽ വന്ന് ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഈ ഓഫീസിൽ പോയി ബില്ല് അടയ്ക്കണമെങ്കിൽ ഈ വീട്ടിൽ ആരും തന്നെ ഇല്ല. ഇത് ആരുടെ വീടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 2022 നവംബർ 27 കേരളത്തിലെ ആരും മറക്കാത്തൊരു രാത്രി. അബിഗേൽ സാറ റെജി എന്ന 6 വയസ്സുള്ള പെൺകുട്ടിയെ കൊല്ലം ഓയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്തയായിരുന്നു ആദ്യം വന്നിരുന്നത്. പിന്നീടുള്ള അന്വേഷണത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസ് ആ രാത്രി മുഴുവൻ അരിച്ചു പറക്കി പിറ്റേ ദിവസമാണ് കുട്ടിയെ കൊല്ലം ആശ്രാമ മൈതാനത്ത് നിന്നും കണ്ടെത്തിയത്. പിറ്റേ ദിവസം ഏകദേശം ഉച്ചയോട് കൂടിയിട്ട്. ഈ ഒരു സംഭവത്തിൽ അന്ന് രാത്രി നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. കുട്ടിയെ പോയതുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ, കുട്ടിയെ ആരാണ് കൊണ്ടുപോയത്, ബോസ് എന്നറിയപ്പെടുന്ന ഒരാളുടെ പേര് ഇതിലേക്ക് പറഞ്ഞു. പിന്നീട് നമ്മൾ സംഭവത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞപ്പോഴാണ് ചാത്തന്നൂർ സ്വദേശിയായിട്ടുള്ള പത്മകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യ അനിതയും മകൾ അനുപമയുമാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നറിഞ്ഞത്. ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞിരുന്നതെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത ഇല്ല. ഏതായാലും 6 വയസ്സുകാരിയെ നമുക്ക് ജീവനോടെ കൂടി തന്നെ മറ്റു പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ കുട്ടിയെ തിരിച്ചു കിട്ടി. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ അനുപമയുടെ കുറച്ച് വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനുപമയ്ക്ക് ജാമ്യം ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉന്നത പഠനത്തിന്റെ ഭാഗമായും പ്രായപരിധി കൊണ്ടും ഒരു ഇളവുകൾ ലഭിച്ചിട്ടുണ്ട്. അനുപമയുടെ വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നു. നമുക്ക് ഏതായാലും ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നുള്ള വീഡിയോകളാണ് കൂടുതലും വൈറലായിരിക്കുന്നത്. ഈ വീഡിയോകളൊക്കെ കണ്ടതിന് ശേഷം ഈ കുട്ടിയെ ശരിക്കും വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. കാരണം പത്മനാഭസ്വാമി ഭഗവാനെ തന്നെ തട്ടിക്കൊണ്ടു പോകുമോ, അല്ലെങ്കിൽ ഭഗവാനെ നീ തന്നെ കാത്തോളണേ, ഈ തരത്തിലുള്ള കമന്റുകളൊക്കെയാണ് ഈ കുട്ടിയുടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത്. ഏതായാലും ഈ വീഡിയോകൾ കണ്ടു. അതോടൊപ്പം ഒരു സൈഡ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോടുകൂടി നമ്മുടെ കേരളത്തിന്റെ സമൂഹം കാണിക്കുന്ന ചില ആറ്റിറ്റ്യൂഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഒരു ജാമ്യാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു പ്രായത്തിന്റെ ഒരു ഇളവ് കൊണ്ടും ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നത് കൊണ്ടും തനിക്കുണ്ടായ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിരിക്കും ഒരു പക്ഷേ കുട്ടി അത്തരത്തിലൊരു വീഡിയോസ് ഒക്കെ ഇടുന്നത്. മാനസികമായിട്ട് അതിനൊരു സന്തോഷം കിട്ടത്തക്ക രീതിയിലൊക്കെ ആയിരിക്കാം വീഡിയോസ് ഇടുന്നത്. ഏതായാലും ഒരു റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം എല്ലാവരുടെയും ഉള്ളിലുണ്ടല്ലോ. ആ റിഗ്രഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കുട്ടി ഇത്തരത്തിൽ ഒന്ന് മുന്നേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പൊങ്കാല ഇടുന്നവരോട്, അല്ലെങ്കിൽ കമന്റ് വന്ന് പൊങ്കാല ഇടുന്നവരോട് പറയാനുള്ളത്, ജീവിക്കാൻ അനുവദിക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു സൈഡിലൂടെ അവരും ജീവിച്ചോട്ടെ. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക എന്നുകൂടി പറയുന്നു. അതോടൊപ്പം ഈ കാണുന്ന വീഡിയോ, അതായത് ഈ വീടിന് മുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ശരിക്കും ഈ വീടിന് മുന്നിൽ നിന്നല്ല എടുത്തത്. കാരണം ഈ വീട് ശരിക്കും ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ അണ്ടറിലാണ്. ആക്സിസ് ബാങ്ക് ഈ വീട് ജപ്തി ഭീഷണി നേരിടുന്നു, സീൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിന് മുന്നിൽ നിന്നാണോ അത്തരം വീഡിയോസ് എടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലുമല്ല, അത് മറ്റേതോ ഒരു വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്നെടുത്ത വീഡിയോകളാണ്. ഏതായാലും
ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ നിങ്ങളും പെർഫെക്റ്റ് ആണോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കുക. ക്യാമറമാൻ അൻഷാദ് മാസ്മരിയ്ക്കൊപ്പം ബിൽവനറ്റ്സ്, വിസ്മയ ന്യൂസ്.